അത് സ്പിരിറ്റ് വന്നവരും അത് ആവശ്യമുള്ളവർ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു വാചകമാണ് എനിക്ക് കിട്ടിയ ഒരു തുമ്പ്. ഇപ്പോൾ സർക്കാർ തന്നെ സ്പിരിറ്റ് കള്ളക്കടത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. ഒരാൾ കൊച്ചി വന്നിട്ട് മനോരമയുടെ ലേഖനാണെന്ന് പറഞ്ഞ് അവിടെ വണ്ടി ഉപയോഗിക്കുക, എക്സൈസിൻ്റെ വണ്ടി. ഇതാരും അറിയുന്നില്ല. മനോരമ 2 ദിവസം ഈ വണ്ടി ഉപയോഗിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, പുള്ളി പോകുന്നു. മനോരമയുടെ പേരിൽ ഒരു എക്സൈസ് തിരിമറി. അവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ പത്രം, പക്ഷേ വളരെ എല്ലാവരും പേടിയുള്ളൊരു പത്രത്തിൻ്റെ ഗൗരിയമ്മ പുറത്താക്കിയ സ്കൂപ്പ് എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഗൗരിയമ്മയുടെ പുറത്താക്കൽ UDF നേട്ടമായി. കാരണം അധികം വൈകാതെ ഗൗരിയമ്മ UDF വന്നു. ഗൗരിയമ്മയെപ്പോലെ ഒരു വിപ്ലവ നായിക, ഗൗരിയമ്മയെപ്പോലെ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ തിളങ്ങി നിന്ന ഒരു നേതാവ്, ഗൗരിയമ്മയെപ്പോലെ ഇത്രയേറെ ജനഹൃദയങ്ങളിൽ ജീവിച്ച ഒരു നേതാവ്, ആ നേതാവിൻ്റെ CPM നിന്നുള്ള പുറത്താക്കലും അവർ പിന്നീട് UDF ഒരു ഘടകകക്ഷിയായിട്ട് മാറിയതും, ഒരു പാർട്ടി ഉണ്ടാക്കി UDF ഘടകകക്ഷിയായിട്ട്, JSS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി UDF ഘടകകക്ഷിയായിട്ട് മാറിയതും ഒരു വലിയ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവായിരുന്നു. അത് നായനാർ മന്ത്രിസഭയ്ക്ക് ശേഷം പിന്നീട് വന്ന കരുണാകരൻ മന്ത്രിസഭ. അപ്പോൾ കരുണാകരൻ മന്ത്രിസഭയുടെ ആളുകളുടെ മനസ്സിൽ കരുണാകരൻ്റെ ആദ്യത്തെ മന്ത്രിസഭയാണെങ്കിലും യഥാർത്ഥത്തിൽ അത് കരുണാകരൻ്റെ 3ാമത്തെ മന്ത്രിസഭയാണ്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന കരുണാകരന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും രാജൻ കേസ് മൂലം 1 മാസമേ മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിന് രാജൻ കേസിനെ തുടർന്നുള്ള കോടതി പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രണ്ടാമത് അദ്ദേഹം നായനാർ സർക്കാർ 80-81 കാലത്ത് നായനാർ സർക്കാരിൻ്റെ രാജിയെ തുടർന്ന് വീണ്ടും ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. എങ്കിലും അദ്ദേഹത്തിന് 1 മാസം പോലും ഭരിക്കാൻ പറ്റിയില്ല. മൂന്നാമതാണ് 1982-87 കാലത്ത് അദ്ദേഹം 3ാമത് മന്ത്രിയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ എന്നുള്ളതാണ് പലരുടെയും ധാരണ. പക്ഷേ അതിനു മുമ്പ് 2 മന്ത്രിസഭകൾ കൂടി അദ്ദേഹം പിന്നിട്ടിരുന്നു. അതും കഴിഞ്ഞ് 4ാമത്തെ മന്ത്രിസഭയാണ് ഞാനീ പറഞ്ഞ നായനാർ മന്ത്രിസഭയ്ക്ക് ശേഷം 1991 മുതൽ 96 വരെ ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ആ മന്ത്രിസഭയുടെ കാലം ഒട്ടേറെ സംഭവ വികാസങ്ങൾ നിറഞ്ഞൊരു കാലമാണ്. ആ മന്ത്രിസഭയുടെയിലാണ് ആദ്യമായിട്ട് ഗൗരിയമ്മ UDF മന്ത്രിയാകുന്നത്. കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നവർ. ആ മന്ത്രിസഭയിലാണ് കരുണാകരന് അപകടം ഉണ്ടാകുന്നത്. ആ മന്ത്രിസഭയിലാണ് ഏറ്റവും വലിയ വിവാദമായി മാറിയ ഈ പാമലിൻ ആരോപണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പിടിച്ചുലിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും അധികം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങൾ 3-4 ആണ്. അത് ഒന്ന് പാമലിൻ കേസ്, ഒന്ന് ലാവ്ലിൻ കേസ്, പിന്നീട് ചാരക്കേസ്. ഇതിൽ 2-3 എണ്ണം മിക്കവാറും കരുണാകരൻ്റെ കാലത്ത് തന്നെ ഉണ്ടായത്. പിന്നെ സോളാറ്, അതിനുശേഷം ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത്. ഇങ്ങനെ ഓരോ മുഖ്യമന്ത്രിമാരുടെ കാലത്തും ഓരോ വലിയ വലിയ ആരോപണങ്ങൾ കണ്ട വലിയ കേസുകളുണ്ടാവും. അപ്പോൾ കരുണാകരൻ്റെ കാലത്താണ് അന്ന് ഈ പാമലിൻ കേസ് ഉണ്ടാകുന്നത്. പാമലിൻ കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പക്ഷേ ആരും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. ഞാനത് വളരെ ചുരുക്കി പറയാം. അതായത് മലേഷ്യയിൽ നിന്ന് പാമലിൻ ഇറക്കുമതി ചെയ്ത് കേരളത്തിലെ സിവിൽ സപ്ലൈസ് വഴി വിതരണം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായൊരു കേസാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കേരളത്തിലെ 5 സംസ്ഥാനങ്ങളിൽ പാമലിൻ ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകി. അപ്പോൾ ഇത് കേരളം അറിഞ്ഞപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. അപ്പം കരുണാകരനോട് എനിക്ക് തോന്നുന്നു അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന പത്മകുമാറാണ് ഇതിനകത്ത് ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്തത്. അദ്ദേഹം ഇങ്ങനെയൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കരുണാകരനുണ്ട്, അവർ ശരി പാമലിൻ ഇറക്കുമതി ചെയ്യാം. 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, അന്ന് മാർക്കറ്റിലുള്ളതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് പാമലിൻ കേരളത്തിൽ വിതരണം ചെയ്യാൻ പറ്റും. അതുവഴി സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കുറച്ച് ലാഭം ഉണ്ടാക്കാനും പറ്റും. ഈ കാരണം പറഞ്ഞിട്ട് വളരെ തിടുക്കത്തിൽ ഇതിൻ്റെ ഫയലുകളെല്ലാം നീക്കി അന്ന് ഭക്ഷ്യമന്ത്രി TH മുസ്തഫ
അന്ന് പിന്നെ ചീഫ് സെക്രട്ടറി ഈ കഴിഞ്ഞ പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു സക്കറിയ മാത്യു ആയിരുന്നു ഭക്ഷ്യവകുപ്പിൻ്റെ പ്രധാന ചുമതല. സക്കറിയ മാത്യുവിന് ശേഷം അതിന് താഴെയായിട്ട് പി ജെ തോമസ്, അതിന് താഴെ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിരുന്ന ജിജി തോമസ്. ഇവരൊക്കെയാണ് ഇതിനകത്ത് കുടുങ്ങിയത്. മുഖ്യമന്ത്രി കരുണാകരനല്ലാതെ പിന്നെ കുടുങ്ങിയ ആളുകൾ ഇവരൊക്കെയാണ്. ഇവരൊക്കെല്ലാം എതിരായിട്ട് കേസ് വരികയും ആ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയും അവരുടെ മരണത്തോടെയാണ് കേസുകൾ അവസാനിച്ചത്. ആ കേസ് ഇപ്പോഴും തുടരുകയാണ് കോടതിയിൽ. ഇപ്പോഴും അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ അന്ന് ഈ പാമലിൻ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ആകെ 3.5 കോടി രൂപയുടെ നഷ്ടമാണ് ഇതിനകത്തുണ്ടായെന്ന് പറയുന്നത്. നഷ്ടമെന്ന് പറയുന്നത് സർക്കാരിനുണ്ടാക്കാമായിരുന്ന ലാഭം കുറഞ്ഞു എന്നുള്ളതാണ്, യഥാർത്ഥ നഷ്ടമല്ല. കാരണം കേസ് നടത്തിക്കാൻ അതിനേക്കാൾ കൂടുതലായിരുന്നു. കേസ് നടത്താൻ അത് കൂടുതലായിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ കേസുകളെ സംബന്ധിച്ചും അങ്ങനെയാണല്ലോ. ഇതിനകത്ത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന അഴിമതിയേക്കാൾ ഇരട്ടിയാണ് ഇതിനുവേണ്ടി കേസ് നടത്താൻ വേണ്ടി വക്കീലിന് കൊടുക്കുന്ന ഫീസ് പോലും. അപ്പോൾ അത് പക്ഷേ അങ്ങനെ, അതുകൊണ്ട് നമുക്ക് ആരോപണങ്ങളോ അഴിമതികളോ നമുക്ക് പിന്നെ അന്വേഷിക്കരുതെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അന്വേഷിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇതിലെ ഇത് സംബന്ധിച്ച് അഴിമതി ഉണ്ടായെന്ന് പറയുന്നത് ഈ പാമലിൻ ഇറക്കുമതിയിൽ ഇതിന് വില നിശ്ചയിച്ചതിൽ വന്നിട്ടുള്ള ചില സാങ്കേതികമായ വീഴ്ചകൾ അത് ബോധപൂർവമായിട്ട് ഉണ്ടാക്കിയതാണെന്നും അതിന് പിന്നിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ഇത് കണ്ടെത്തിയതാരാ? പിന്നെ എ ജി അന്ന് ബേബി ജോണിൻ്റെ മരുമകൻ ജെയിംസ് ജോസഫ് ആയിരുന്നെന്ന് ഇവിടുത്തെ അക്കൗണ്ടന്റ് ജനറൽ. ബേബി ജോൺ എന്ന മന്ത്രിയാണ്, അല്ല മന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്ത് ഒരു പ്രമുഖ നേതാവാണ്. വി സച്ചിദാനന്ദൻ അന്ന് ശക്തമായിട്ട് ഇതിനെതിരായിട്ട് പൊരുതുന്ന പിന്നെ നേതാവാണ്. വി സച്ചിദാനന്ദൻ ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് അത് വലിയൊരു വിവാദമായിട്ട് മാറുന്നു. അങ്ങനെ അത് അദ്ദേഹം വി സച്ചിദാനന്ദനെ സംബന്ധിച്ചൊരു കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വിടത്തില്ല. അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അക്കാലത്ത് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവന്നത് കേരള കൗമുദിയുടെ ലേഖകനായിരുന്ന അന്തരിച്ച BC ജോർജാണ്. ജോജോയ്ക്കന്ന് ബേബി ജോണുമായിട്ടുള്ള ബന്ധവും വി സച്ചിദാനന്ദനുമായിട്ടുള്ള ബന്ധവും ജെയിംസ് ജോസഫുമായിട്ട് പിന്നീടുണ്ടാക്കിയ ബന്ധമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എടുക്കുകയും അത് ഓരോ ദിവസമായിട്ട് പുറത്തു കൊണ്ടുവന്ന ഒരു വലിയ വാർത്തയാക്കി മാറ്റുകയും ആണ് ഉണ്ടായത്. ഈ പാമലിൻ ദുരന്തം അല്ലെങ്കിൽ പാമലിൻ കേസ് ശക്തമായിട്ട് നടക്കുന്ന സമയത്ത് തന്നെയാണ് കരുണാകരൻ ഒരു അപകടത്തിൽപ്പെടുന്നത്. കാർ ആക്സിഡൻറ്റ്. അദ്ദേഹം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ ആറ്റിങ്ങലിനടുത്ത് ഒരു കാർ അപകടം ഉണ്ടാകുകയും ആ കാറ് പല തവണ മറിയുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് വലിയ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ അന്ന് രാത്രിയിൽ തിരുവനന്തപുരം മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ട്. വീട്ടിലെത്തി എന്നെ ഇങ്ങനെ അപകടം ഉണ്ടായി, അതുകൊണ്ട് എത്രയും വേഗം മെഡിക്കലിൽ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ പാഞ്ഞെത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മെഡിക്കലിൽ അപ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആശുപത്രി കൊണ്ടുവന്ന് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകിയിട്ട് തിരികെ ICUവിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിൽ കൂടെയാണ് കൊണ്ടുപോയത്. അദ്ദേഹം വളരെ രക്തമെല്ലാം ദേഹമാസാൻ രക്തമായിട്ട് കിടക്കുന്ന ആ രംഗം ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ICUവിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭരണം തുടർന്നുകൊണ്ടേയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഫയലുകളിൽ ഒപ്പിടുന്നത് അദ്ദേഹമല്ല ഒപ്പിടുന്നതെന്നും അദ്ദേഹത്തിന് വേണ്ടി മറ്റേലാണ് ഒപ്പിട്ടതെന്നൊക്കെയുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും ആ സമയത്ത് അദ്ദേഹത്തിന് കടുത്ത ഈ കഫക്കെട്ടുണ്ടായിട്ട് ചുമയ്ക്കാൻ വയ്യാതെ വരികയും അതിനുശേഷം അദ്ദേഹത്തെ ശ്രീധരയെ കൊണ്ടുപോയി അവിടെയും അദ്ദേഹത്തിന് വേദന കാരണം ചുമയ്ക്കാൻ പറ്റത്തില്ല. ചുമയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കഫക്കെട്ട്. ഇതേ തുടർന്നാണ് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി അദ്ദേഹത്തിന് ചികിത്സ ഭേദമായി. അതിനുശേഷമാണ് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ എക്വിപ്ഡ് ആകാനായിട്ട് മെഡിക്കൽ കോളേജിനെ എങ്ങനെ മാറ്റാമെന്ന് ചിന്തിക്കുകയും അത് ഒരുപക്ഷെ കരുണാകരൻ്റെ യാത്ര കൊണ്ട് സാമ്പത്തികമായി സർക്കാരിന് ഖജനാവിന് നഷ്ടമുണ്ടായെന്ന് പറഞ്ഞാലും സാങ്കേതികമായിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുണ്ടാകുകയും ഇവിടുത്തെ ചികിത്സാ രീതി മെച്ചപ്പെട്ടതുകൊണ്ട് ഒട്ടേറെ പേർക്കത് പിന്നീട് ഗുണകരമായി. അതുവരെ ഈ ഒരു വേദന ഉണ്ടായാൽ ആ വേദന എങ്ങനെ
ഓവർകം ചെയ്യാൻ കഴിഞ്ഞു, എങ്ങനെ വേദന സംഹാരി ഏത് തരത്തിൽ നൽകണം, വളരെ സീരിയസ് ആയിട്ടുള്ള രോഗിക്ക് എങ്ങനെ വേദന ഒഴിവാക്കിക്കൊണ്ട് ചുമയ്ക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തത് പോലും ആ അപകടമാണ് എന്ന് പറയാം. അപ്പം ആ അപകടം വേറൊരു കാര്യം കൂടെ കേരളത്തിലുണ്ടാക്കി. കരുണാകരൻ ഇങ്ങനെ ഒരു അപകടാവസ്ഥ നിൽക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, കരുണാകരൻ തിരിച്ചു വരുമോ, എന്നാൽ അദ്ദേഹത്തിന് വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമോ. ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായ അല്ലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ വലിയൊരു മാറ്റമാണ് തിരുത്തൽവാദം. തിരുത്തൽവാദത്തിൻ്റെ വക്താക്കളായിട്ട് അന്നുണ്ടായിരുന്നത് ജി കാർത്തികേയൻ, നമ്മുടെ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരൊക്കെ തിരുത്തൽവാദത്തിൻ്റെ ആളുകളായിരുന്നു. അപ്പോൾ തിരുത്തൽവാദത്തെ വലിയ ഒരു വിവാദമാക്കിക്കൊണ്ട് മാധ്യമങ്ങൾ, പത്രങ്ങളൊക്കെ വലിയ വാർത്തകൾ കൊടുക്കുകയൊക്കെ ചെയ്ത്, പക്ഷേ കരുണാകരൻ പോയി അമേരിക്കയിലെ ചികിത്സയെല്ലാം കഴിഞ്ഞ് പൂർവാധീന ശക്തനായി തിരിച്ചു വന്നതോടെ തിരുത്തൽവാദം കെട്ടടങ്ങി. കാരണം അന്ന് ആളുകൾക്കുണ്ടായിരുന്ന ഒരു കൺസേൺ, തിരുത്തൽവാദം ആര് കരുണാകരന് പിൻഗാമിയാകണം, ആരാണ് കരുണാകരൻ്റെ അടുത്ത ആ വിടവ് നിർത്തേണ്ടത് എന്നുള്ള ഒരു എല്ലാ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ. നേതാവുകളുടെ പ്രിയങ്കരനാണെങ്കിൽ നേതാവ് പോകുമ്പോൾ പിന്നെ എനിക്ക് എന്ത് സാധ്യത എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കരുണാകരന് ശേഷം ആര് എന്നുള്ളതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു അതായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കരുണാകരന് ശേഷം ആരെന്നുള്ളതിനേക്കാളും ഐ ഗ്രൂപ്പിന് നയിക്കേണ്ടത് ആരാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിൽ കരുണാകരൻ്റെ മകനെങ്ങാനും കയറി ഇത് കൈയടക്കുമോ, മുരളീധരൻ കൈയടക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒന്നുണ്ടായിരുന്ന സമയത്ത് ഈ തിരുത്തൽവാദ്യം കുറേ യുവാക്കൾ മുന്നോട്ട് കൊണ്ടുവരികയും കരുണാകരൻ തിരിച്ചു വന്നതോടെ അതല്ല അതുപോലെ കെട്ടടങ്ങുകയും പിന്നീട് ഈ തിരുത്തൽവാദികളെല്ലാം കരുണാകരനൊപ്പം വീണ്ടും ചേരുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടെ അന്നുണ്ടായി. ഇതേ കരുണാകരനെതിരായിട്ടും അനുകൂലമായിട്ടും സാർ ഒരുപാട് വാർത്തകൾ പിന്നീട് ചെയ്യുകയുണ്ടായി. അതെ, കരുണാകരൻ്റെ കാലത്താണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഴിമതി സംബന്ധിച്ച വാർത്തകൾ എഴുതിയത്. കാരണം കരുണാകരൻ്റെ ആ മന്ത്രിസഭയിൽ അതിന് മുമ്പത്തെ മന്ത്രിസഭയേക്കാളേറെ ഒട്ടേറെ അഴിമതി നടന്നു എന്നുള്ളതാണ് സത്യം. അതെല്ലാം കരുണാകരൻ ഇൻവോൾവ് ആയിട്ടുള്ള കരുണാകരൻ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. പക്ഷേ കേരളം അന്നേ വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും ആ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. സ്പിരിറ്റ് കള്ളക്കടത്ത് അക്കാലത്തെ വലിയൊരു സംഭവമായിരുന്നു. കാരണം അന്ന് ചാരായം ലീഗലായിരുന്ന ഒരു കാലമാണ്. അപ്പം ചാരായം അത് വൈപ്പൻ ദുരന്തത്തെ തുടർന്ന് ചാരായം സർക്കാർ തന്നെ ചാരായം ഉണ്ടാക്കുകയും സർക്കാരിൻ്റെ തന്നെ ഔട്ട്ലെറ്റുകൾ വഴി ചാരായ ഷാപ്പുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒരു ഓണക്കാലത്ത് എന്നോട് സെക്രട്ടേറിയറ്റിലെ ഒരു സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇന്ന് ഒരു ഉന്നതതല യോഗം ഉണ്ടായിരുന്നു. ചീഫ് സെക്രട്ടറി പത്മകുമാറും പ്രധാനപ്പെട്ട ചില സീനിയർ സെക്രട്ടറിമാരും ഒക്കെ പങ്കെടുത്തൊരു യോഗം. ആ യോഗത്തിൽ തീരുമാനമെടുത്തു, ഇത്തവണ സ്പിരിറ്റ് സർക്കാർ കൊണ്ടുവരണ്ട. കാരണം എന്താ, സർക്കാരിന് ഇപ്പം സ്പിരിറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വലിയ തലവേദനയാണ്. അതിന് ഡിസ്റ്റിലറികളുമായിട്ട് ചർച്ച നടത്തണം, അതിനുള്ള പണം കണ്ടെത്തണം. അതുകൊണ്ട് ഇത്തവണ സർക്കാർ കൊണ്ടുവരുന്നില്ല. പിന്നെ ആര് കൊണ്ടുവരും? അത് വന്നോളും. അന്ന് പത്മകുമാർ പറഞ്ഞ വാചകം എന്നോട് സെക്രട്ടറി പറഞ്ഞിങ്ങനെയാണ്, അത് സ്പിരിറ്റ് വന്നവരും അത് ആവശ്യമുള്ളവർ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഈ ഒരു വാചകമാണ് എനിക്ക് കിട്ടിയ ഒരു തുമ്പ്. ഇപ്പോൾ സർക്കാർ തന്നെ സ്പിരിറ്റ് കള്ളക്കടത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഓണത്തിന് ഇങ്ങനെ സർക്കാർ സ്പിരിറ്റ് കൊണ്ടുവരാതിരിക്കുകയും ഈ സ്പിരിറ്റ് പ്രൈവറ്റ് പാർട്ടികൾ കൊണ്ടുവരികയും ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഈ ചാരായ ദുരന്തങ്ങൾ, മദ്യ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും എന്നുള്ളതായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പം ഞാനിത് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ സർക്കാർ സ്പിരിറ്റ് കൊണ്ടുവന്നില്ലെങ്കിലും ചാരായ ഷാപ്പുകളിലൊന്നും മദ്യത്തിന് യാതൊരു കുറവുമില്ല. ചാരായ ഇഷ്ടം പോലെ വരുന്നു, ഓണം തിമിർത്ത് ആഘോഷിക്കുന്നു, ഓണത്തിന് പതിവ് പോലെ സ്പിരിറ്റ് കച്ചവടം നടക്കുന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊരു പരമ്പര ചെയ്യാനായിട്ട്, പരമ്പരയിൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യം ഒന്നുകൊണ്ട് വാർത്ത ഞാൻ കൊടുത്തു. ഈ സർക്കാർ സ്പിരിറ്റ് കൊണ്ടുവരുന്നില്ല, അതുവഴി ഉണ്ടാകാവുന്ന അപകടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തെങ്കിലും ഭാഗ്യത്തിന് ആ ഓണക്കാലത്ത് വലിയ അപകടമൊന്നും ഉണ്ടായില്ല. എങ്കിലും ഈ അനധികൃതമായിട്ട് സ്പിരിറ്റ് കൊണ്ടുവരുന്നു എന്നുള്ള ഒരു വസ്തുത പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഞാനത് ഈ കാര്യം നമ്മുടെ തോമസ് ജേക്കബ് സാറുമായിട്ട് ചർച്ച ചെയ്തു, ചുമ്മാ സാറോട് ചർച്ച ചെയ്തു. അപ്പം ഇതൊരു പരമ്പര ചെയ്യാൻ പറ്റിയൊരു സംഭവമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കേരളത്തിലെ ചെക്ക് പോസ്റ്റ് വഴിയാണ് സ്പിരിറ്റ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകളിലെല്ലാം ഞാൻ പോവുകയാണ്. അതുകൂടാതെ എക്സൈസ് ഓഫീസുകളിൽ പോകുന്നു. അങ്ങനെ തിരുവനന്തപുരം ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകൾ,
അത് കഴിഞ്ഞ് കൊല്ലം, എറണാകുളം. ഇപ്പോൾ എറണാകുളത്ത് എക്സൈസ് ഓഫീസ് ചെല്ലുകയാണ്. അപ്പോൾ എക്സൈസ് ഓഫീസുകൾ ചെല്ലുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ അവർ ആ വർഷം എത്ര, ആ സമയത്ത് ആ ഓണക്കാലത്ത് അല്ലെങ്കിൽ അതുവരെ ഒരു മാസത്തിനുള്ളിൽ എത്രമാത്രം സ്പിരിറ്റ് സപ്ലൈ ചെയ്തു, അതിൻ്റെ കണക്ക് അവരുടെ കയ്യിലുണ്ട്. എത്ര സ്പിരിറ്റ് പിന്നെ ഇവർ പിടിച്ചു, അനധികൃതമായിട്ട് സ്പിരിറ്റ് പറഞ്ഞാൽ ഇവർ പിടിക്കണമല്ലോ, എത്ര ഇവർ പിടിച്ചു, ഇതിൻ്റെ കണക്കുകളെല്ലാം അന്വേഷിച്ച് ഞാൻ ചെല്ലുമ്പോൾ അന്ന് രസകരമായൊരു സംഭവം കൊച്ചി വെച്ചുണ്ടായി, അതുകൂടെ പറയാം. അപ്പോൾ കൊച്ചിയിൽ ഞാൻ ചെല്ലുമ്പോൾ കൊച്ചിയിൽ എക്സൈസിൻ്റെ ഒരു എക്സൈസ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർ മറ്റാ, പുള്ളി ഞാനിവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, മനോരമയുടെ റിപ്പോർട്ടറാണ്, ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്, സ്പിരിറ്റിൻ്റെ പിന്നെ എക്സൈസുകാർ എത്രമാത്രം സ്പിരിറ്റ് പിടിച്ചു എന്നുള്ള കണക്കുകളൊക്കെ എടുക്കാൻ വേണ്ടിയാണ് എന്ന് ചോദിച്ചു. ഓ, എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു. ഞങ്ങളൊരു വാർത്ത കൊടുക്കാൻ വേണ്ടിയാണ്. ഓ, അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു വാചക, അതെ, നിങ്ങൾ കൊണ്ടുപോയ ആ ഒരു ജീപ്പ് ഉണ്ടല്ലോ, അത് തിരിച്ചു തന്നിട്ട് ഞാൻ ബലം തരാമെന്ന് പറഞ്ഞു. ഞാനും ഇഷ്ടമുണ്ട്. അപ്പോൾ ഏത് ജീപ്പ്? ഞാനിവിടെ നിന്ന് ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിനിൽ പോയി അവിടെ ഹോട്ടലിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ എടുത്തല്ല മനോരമയുടെ വണ്ടി തരുന്നതനുസരിച്ച് അതുമില്ല പോകുന്നത്. അല്ല, നിങ്ങൾ ഞങ്ങളുടെ ഒരു ജീപ്പ് 2 ദിവസമായിട്ട് കൊണ്ട് ഉപയോഗിക്കില്ലേ? മനോരമ. അതെ, പുള്ളി എന്നോട് പറയുക. ഞാൻ ചോദിച്ചു, ഞങ്ങളാരെ? മനോരമയുടെ റിപ്പോർട്ടറല്ല, തിരുവനന്തപുരത്ത് നിന്ന് വന്നതല്ല. അതെ. അപ്പം നിങ്ങൾ 2 ദിവസമായിട്ട് ഞങ്ങളുടെ ജീപ്പ് കൊണ്ട് നടക്കാനുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആരാ? അപ്പോൾ പുള്ളി വെച്ച് പറഞ്ഞു, അല്ല, എന്നോട് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു, മനോരമയുടെ ഒരു ലേഖകൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്, അദ്ദേഹം വന്ന ഉടനെ ഇവിടെ വരും, നിങ്ങൾ ഇവിടെ വരികയല്ല, അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഈ നമ്മുടെ വണ്ടി അയച്ചു കൊടുക്കണം, ആ വണ്ടി അദ്ദേഹത്തിന് 2 ദിവസത്തേക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു വണ്ടിയും ചോദിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ അതാരാ? അപ്പോൾ ആളുടെ പേരെന്താ? അപ്പം ആളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ആൾ തിരുവനന്തപുരത്ത് മനോരമ ജോലി ചെയ്യുന്നില്ല. ഉടനെ ഞാൻ തിരുവനന്തപുരത്ത് വിളിച്ചു. വിളിച്ചപ്പോഴത്തേക്ക് സംഭവം ശരിയാ, ഒരാൾ കൊച്ചി വന്നിട്ട് മനോരമയുടെ ലേഖനാണെന്ന് പറഞ്ഞ് അവിടെ വണ്ടി ഉപയോഗിക്കുക, എക്സൈസിൻ്റെ വണ്ടി, സർക്കാർ വണ്ടി. അപ്പോൾ 2 ചോദ്യം, എന്തിനാണ് എക്സൈസുകാർ മനോരമയുടെ ലേഖന് വണ്ടി വിട്ടുകൊടുത്തത്? സർക്കാർ വണ്ടി തന്നെ വിട്ടുകൊടുത്തത്. അതെ. അപ്പം ഞാനിത് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചു, ഈ വണ്ടി വിട്ടുകൊടുക്കാൻ നിർദ്ദേശിച്ച ആളെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്നോടുള്ള സത്യം പറഞ്ഞു, അതെ, നമ്മുടെ ഇന്ന ആളാണ്. അവിടുത്തെ തിരുവനന്തപുരത്ത് ഒരു ചെറിയ പത്രം, പക്ഷേ വളരെ എല്ലാവരും പേടിയുള്ളൊരു പത്രത്തിൻ്റെ ഉടമയാണത്. എൻ്റെ എഡിറ്ററും കൂടിയാണ്. ഭാര്യയാണ് എഡിറ്റർ, പുള്ളിയാണ് എൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹം മനോരമയാണെന്ന് പറഞ്ഞ് പോയി അവിടെ പോയി ഈ ജീപ്പ് ഉപയോഗിക്കാൻ 2 ദിവസമായിട്ട്. അല്ല, പുള്ളി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സ്പിരിറ്റിനെ കുറിച്ച് ഒന്നുമില്ല, പുള്ളി വേറെ സ്വന്തം കാര്യത്തിന് വേണ്ടി പോയതാ. ഈ ഡെപ്യൂട്ടി കമ്മീഷണറും പുള്ളിയായിട്ട് സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ ഡെപ്യൂട്ടി കമ്മീഷണറുടെ സൗഹൃദം ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥനോട് വണ്ടി വിട്ടുകൊടുക്കാൻ പറയുമ്പം മനോരമയുടെ ലേഖനാണെന്ന് പറഞ്ഞാലേ കൊടുക്കുള്ളൂ. ഇതാരും അറിയുന്നില്ല. മനോരമ 2 ദിവസം ഈ വണ്ടി ഉപയോഗിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, പുള്ളി പോകുന്നു. മനോരമയുടെ പേരിൽ ഒരു എക്സൈസ് തിരിമറി. ഞാൻ ഈ ഇദ്ദേഹത്തെ എനിക്കറിയാം, പരിചയമൊക്കെ നമ്മൾ സൗഹൃദമൊക്കെയാണ്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാനപ്പം അയാളോട് പറഞ്ഞു, ഇത് ഞാനല്ല, ഇത് വേറെ ആളാണ്, നിങ്ങൾ വേണേൽ ഡെപ്യൂട്ടി കമ്മീഷണറോട് ചോദിക്കാൻ പറഞ്ഞു. പുള്ളി അങ്ങ് ചമ്മിപ്പോയി. ഞാൻ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നോട് പറഞ്ഞു, ദയവ് ചെയ്ത് ജോണ, ഇതൊന്നും പുറത്ത് പറയരുത്, ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, പക്ഷേ മനോരമയുടെ പേരല്ല ചിത്യാനന്ദ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, പിന്നെ ഇത് നിങ്ങൾക്കുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ തന്നോളാം, തൽക്കാലം ഇതൊന്ന് വിട്ടുകളാം, ഞാൻ ഇനിയും ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നു. പുള്ളിൻ്റെ അടുത്തും കാല് പിടിക്കുന്ന പോലെ പറഞ്ഞപ്പം ഞാൻ പിന്നെ അത് വിട്ടു. ഞാൻ പക്ഷേ അത് തിരുവനന്തപുരത്ത് പോയി കെ.ആർ. ചുമാർ സാറിനോട് ഞാൻ പറഞ്ഞു. ചുമാർ സാറിന് ഞാൻ വ്യക്തിയുമായിട്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇനി അത് വിട്ടുകളാം എന്നോട് പറഞ്ഞു. വാർത്തയൊന്നും ആക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. പക്ഷേ ഇത് അവിടെ ഒരു ടോക്കായി, തിരുവനന്തപുരത്തെ പത്രക്കാരുടെ ഒരു ടോക്കായി ആ സമയത്ത്. അപ്പം തിരിച്ച് ചെല്ലുന്ന സമയത്ത് ഈ ആൾ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് പ്രസ് ക്ലബിലല്ല, പ്രസ് റൂമിലിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ജോൺ എന്തൊക്കെയോ എന്നെക്കുറിച്ച് പറയുന്നുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷേ ആ ചെയ്തത് മോശമായി പോയില്ലേ. അതിപ്പം ഞാനൊരു പിന്നെ നിങ്ങളെപ്പോലെ എനിക്ക് പണമൊന്നുമില്ലല്ലോ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു അത്യാവശ്യം എൻ്റെ സൗഹൃദം വെച്ചിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ മനോരമ ലേഖൻ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങേരെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനോരമ ലേഖൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് തടിതപ്പാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞു എന്തോ ആയിക്കോട്ടെ. പിന്നെ പുള്ളിയോട് അടുത്ത വാചകം പറഞ്ഞതാണ്, പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ഞാൻ ചെറിയൊരു പത്രമൊക്കെ ആണെങ്കിലും ഞാനൊരു പത്രം ഉടമയാണ്. ഇപ്പോൾ INS മീറ്റിങ്ങിനൊക്കെ മനോരമയുടെ നിങ്ങളുടെ മാമൻ മാത്യുവും ജേക്കബ് മാത്യുവും ഫിലിപ്പ് മാത്യു ഒക്കെ ഇരിക്കുമ്പോൾ അതിന് തൊട്ടടുത്താണ് ഞാനിരിക്കുന്നത്. അപ്പം ഞാൻ ചിലപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട്
മനോരമയുടെ ജോൺ ഇപ്പം അത്ര ശരിയല്ല കേട്ടോ, ജോണിന് ചില ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഒക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് അവിടെ നിങ്ങൾക്ക് ദോഷമായിട്ട് വരുമെന്നുള്ളത് നിങ്ങൾ ദേവാജ പുള്ളിയോട് പറഞ്ഞത് ഓർത്തണമെന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അവിടെ പോയിരുന്ന് പറഞ്ഞ് അത് കേൾക്കുന്ന ഒരാളാണ് മനോരമയുടെ ഉടമകളെങ്കിൽ പിന്നെ ഞാൻ മനോരമ ജോലി ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളെന്നല്ല ആര് പറഞ്ഞാലും അവർക്ക് ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് വെറുതെ അതിന് വേണ്ടിയിട്ട് മെനക്കെടണ്ട, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അതവിടെ അവസാനിച്ചു. അവസാനിച്ചു. അപ്പം ഞാൻ പിന്നെ ഈ പരമ്പര അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ പോകുന്നു, പാലക്കാട്ട് പോയി, കണ്ണൂർ പോയി ഒക്കെ ഈ പരമ്പര എഴുതുകയാണ്. ആ പരമ്പരയ്ക്ക് അതിന് കൂടെ രസകരമായൊരു സംഭവം കൂടെ ഉള്ളത്, അക്കാലത്ത് ഈ സ്പിരിറ്റ് കള്ളക്കടത്ത് നടത്തുന്നതിൽ ഒരു പ്രധാനി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഈ ബാർ അനുവദിച്ചപ്പോൾ ഈ ബാറ് ഓരോ ബാറിനും 1 ലക്ഷം രൂപ വെച്ച് കൈക്കൂലി കൊടുത്തു. ബാർ അനുവദിച്ചാൽ ക്രമക്കേടെന്ന് പറഞ്ഞിട്ട് അന്ന് വാർത്ത കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ